അമേരിക്ക തങ്ങളുടെ 250-ാം വാർഷികത്തിന്റെ പ്രൗഢിയിൽ നിൽക്കുമ്പോൾ രാജ്യത്തെ നയിക്കുന്ന ഭരണാധികാരിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മിതത്വമോ പക്വതയോ പൂർണ്ണമായും കാറ്റിൽ പറത്തുന്ന വാർത്തകളാണ് വീണ്ടും പുറത്തുവരുന്നത്. സെക്കൻഡ് ലേഡി ഉഷ വാൻസ് അവതരിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊച്ചുകുട്ടികളുടെ മുന്നിലിരുന്നും തന്റെ അഹങ്കാരവും ആത്മപ്രശംസയും പരസ്യമായി വിളമ്പിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തെയും മുൻഗാമികളെയും കുറിച്ച് കുട്ടികൾക്ക് നല്ല സന്ദേശം നൽകേണ്ട ഒരു വേദിയെ സ്വന്തം പൊങ്ങച്ചങ്ങൾ കൊണ്ട് മാത്രം പറയാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി ട്രംപ് മാറ്റി. കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ട്രംപിലെ പ്രോപ്പർട്ടി വ്യവസായിയാണ് പുറത്തു വന്നത്. വൈറ്റ് ഹൌസിലെ ചരിത്രപ്രസിദ്ധമായ ഓവൽ ഓഫീസിനെ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരന്റെ കണ്ണിലൂടെയാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇത് ലോകത്തിലെ ഏറ്റവും ശക്തമായ റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഒരു കുട്ടികളുടെ വായനാ പരിപാടിയിൽ ഇരുന്നു കൊണ്ട് തനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമില്ലെന്ന് ട്രംപ് തുറന്നു പറഞ്ഞത് വലിയൊരു മോശം സന്ദേശമാണ് നൽകുന്നത്. തനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ലെന്നും പത്രങ്ങളിൽ തന്നെ കുറിച്ച് വരുന്ന വാർത്തകൾ മാത്രമാണ് താൻ പ്രധാനമായും വായിക്കാറുള്ളതെന്നും ട്രംപ് മനസ്സ് തുറന്നു. മുൻ പ്രഥമ പൗരന്മാരുടെ വിനോദത്തെക്കുറിച്ച് സംസാരിക്കാൻ കിട്ടിയ അവസരത്തെ ട്രംപ് തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായും ഉപയോഗിച്ചു. അമേരിക്കൻ ജനതയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെനഡിയെ ഏറ്റവും സുന്ദരനായ രണ്ടാമത്തെ പ്രസിഡന്റ് എന്ന് വിളിച്ചതിലൂടെ ഒന്നാമൻ താൻ തന്നെയാണെന്ന് പരോക്ഷമായി പറയുകയായിരുന്നു ട്രംപ്. എന്നാൽ തന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായ ബറാക് ഒബാമയുടെ കാര്യം വന്നപ്പോൾ ട്രംപ് വീണ്ടും തന്റെ പുച്ഛം പുറത്തെടുത്തു. ബറാക് ഒബാമയ്ക്ക് ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടമാണെന്ന് അറിയാമെങ്കിലും അദ്ദേഹം ഒരു നല്ല കളിക്കാരനാണോ എന്ന കാര്യത്തിൽ തനിക്ക് വലിയ സംശയമുണ്ടെന്നാണ് ട്രംപ് പരിഹസിച്ചത്. ഈ അഭിമുഖത്തിലെ ഏറ്റവും വിവാദപരമായ ഭാഗം ട്രംപ് തന്റെ സ്വന്തം അമിത ഭാരത്തെക്കുറിച്ച് നടത്തിയ പരാമർശമാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ഭാരമേറിയ പ്രസിഡന്റായ വില്യം ഹോവാർഡ് ടാഫ്റ്റിന്റെ ചിത്രം കണ്ടപ്പോൾ താൻ വിചാരിച്ചാൽ ആ റെക്കോർഡും തകർക്കാൻ സാധിക്കുമെന്നാണ് ട്രംപ് പൊങ്ങച്ചം പറഞ്ഞത്. പ്രായവും അമിത ഭാരവും എപ്പോഴും ചർച്ചയാകാറുള്ള ട്രംപ് തന്റെ മോശം ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു സ്വയം പരിഹാസത്തിന്റെ പുകമറയ്ക്കുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കൂടാതെ വളരെ കാലമായി താൻ നീന്തൽ കുപ്പായം ധരിച്ചിട്ടില്ലെന്നും അതിൽ താൻ നന്നായി കാണുമോ എന്ന് അറിയില്ലെന്നും ട്രംപ് തുറന്ന് സമ്മതിച്ചു. പോഡ്കാസ്റ്റിന്റെ അവസാനത്തിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് സംസാരിച്ച ട്രംപ് രാജ്യം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണെന്നാണ് വ്യക്തമാക്കിയത്. കുട്ടികളുടെ മുന്നിലിരുന്ന് രാജ്യത്തിന്റെ ചരിത്രത്തെയും മുൻ നേതാക്കളെയും ഇത്രയധികം തരം താഴ്ത്തി സംസാരിച്ച ട്രംപിന്റെ മനോഭാവം കടുത്ത വിമർശനങ്ങൾക്കാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്.